ഹോർമൂസ് കടലിടുക്കിൽ സൈനിക അഭ്യാസം നടത്താൻ ഇറങ്ങിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായി സംഘർഷാധ്യത നിലനിൽക്കെയാണ് എണ്ണ വ്യാപാരത്തിൻ്റെ നിർണായക ജലപാതയായ ഹോർമൂസിൽ ഇറാൻ്റെ അഭ്യാസം നടക്കാൻ പോകുന്നത്. ഇന്നും നാളെയുമായി ലൈവ് ഫയർ ഡ്രിൽ നടത്തുമെന്ന് മേഖലയിലെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാവികസേന കടലിൽ വെടിവയ്പ് പരിശീലനം നടത്തും എന്നാണ് ഇറാൻ കപ്പലുകൾക്ക് നൽകിയ ആ മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം US സെൻട്രൽ കമാൻഡ് ഇറാൻ്റെ സൈനികാഭ്യാസത്തിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ സേനാവ്യൂഹം പ്രാദേശിക പങ്കാളികൾ, വാണിജ്യ കപ്പലുകൾ എന്നിവയ്ക്ക് സമീപമുള്ള സുരക്ഷിതമല്ലാത്ത പെരുമാറ്റം സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ സമുദ്ര ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കാണ് ഗൾഫിനെ അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE, ഖത്തർ തുടങ്ങിയ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ എണ്ണയും LNGയും ഒക്കെ കയറ്റുമതി ചെയ്യാനായി ഉപയോഗിക്കുന്നത് ഹോർമുസ് കടലിടുക്കാണ്. അതേസമയം ഇറാൻ സുരക്ഷാ വിഭാഗം തലവൻ മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടു. ആണവ കരാർ വേണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യത്തിന് ഇടെയാണ് ഇറാൻ പ്രതിനിധികൾ മോസ്കോയിലെത്തിയത്. സാമ്പത്തിക ബന്ധങ്ങളിലും പ്രാദേശിക രാജ്യാന്തര വിഷയങ്ങളിലും ചർച്ചകൾ നടന്നു എന്നാണ് ഇറാൻ എംബസി ഈ ചർച്ചയെപ്പറ്റി വിശദമാക്കിയത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണ ഭീതി കനത്തതിന് പിന്നാലെ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രതിരോധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ സംരക്ഷണ കവചം ഇറാൻ തീർത്തുവെന്നാണ് പുതിയ വാർത്തകൾ. സാറ്റലൈറ്റ് ചിത്രങ്ങളിലാണ് ഇത് സംബന്ധിച്ച അടയാളങ്ങളുള്ളത്. കഴിഞ്ഞ വർഷത്തെ 12 ദിവസം നീണ്ട യുദ്ധത്തിനിടെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചിരുന്നു. സമാനമായ എന്തെങ്കിലും ആക്രമണം ഇനിയും ഉണ്ടായാൽ അതിനെ ചെറുക്കാനും ആഘാതം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് നിലവിലെ നിർമ്മിതി എന്നാണ് വിലയിരുത്തൽ. ഇസ്ഫഹാൻ, നഥാൻസ് ആണവ നിലയങ്ങൾക്ക് മേലെയാണ് സംരക്ഷണത്തിനായി പുതിയ മേൽക്കൂര സ്ഥാപിച്ചത്. സംരക്ഷണ കവചം വന്നതോടെ ആണവ നിലയങ്ങളുടെ ദൃശ്യം പൂർണ്ണമായും സാറ്റലൈറ്റിൽ നിന്ന് മറഞ്ഞു. ഇത് തന്നെയാകും ഇറാൻ ലക്ഷ്യമിട്ടതെന്നും കണക്കാക്കുന്നു. രാജ്യാന്തര ആണവ ഏജൻസിയെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധനയ്ക്ക് ഇറാൻ കുറച്ചുകാലമായി അനുവദിക്കുന്നില്ല. നിലവിലെ മേൽക്കൂര കെട്ടിമറിക്കൽ കൂടി ആയതോടെ വിദൂരമായി പോലും തങ്ങളുടെ ആണവ നിലയത്തിലേക്ക് നോക്കാനുള്ള എല്ലാ സാധ്യതകളും ഇറാൻ അടച്ചിരിക്കുകയാണ്. അതേസമയം ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തിൻ്റെ വിവരങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും മറയ്ക്കുന്നതിനായാണ് മേൽക്കൂര കെട്ടിയെന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ടെഹ്റാന് 220 കിലോമീറ്റർ തെക്കായുള്ള നഥാൻസ്, ഇസ്ഫഹാൻ, ഫോർഡോ എന്നീ 3 കേന്ദ്രങ്ങളിലായാണ് ഇറാൻ ജൂണിന് മുൻപ് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി വന്നിരുന്നത്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് നഥാൻസിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. ഇസ്ഫഹാനിൽ സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന യുറേനിയം ഗ്യാസാണ് ഉണ്ടായിരുന്നത്. ഒരു പർവ്വതത്തിൻ്റെ അടിയിലായിട്ടാണ് ഫോർദോ കേന്ദ്രം ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ആക്രമണത്തിൽ ഫോർഡോയ്ക്ക് ഉൾപ്പെടെ സാരമായ നാശനഷ്ടം വന്നു എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ആണവശേഖരം ഇറാൻ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് അതിനു മുൻപ് തന്നെ മാറ്റിയിരുന്നുവെന്നും ആ സമയത്ത് വാർത്തകളുണ്ടായിരുന്നു. ഇറാൻ പുതിയ ആണവ കേന്ദ്രം നിർമ്മിച്ചുവെന്നും അവിടെ പരീക്ഷണ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചിരുന്നു. അതിനോടൊപ്പം അത്യുഗ്രശേഷിയുള്ള ആണവായുധം തലേഖാൻ 2 എന്ന സ്ഥലത്ത് നിർമ്മിക്കുന്നതായും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇറാൻ പുനരാരംഭിച്ചതായും സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടിസ്ഥാനമാക്കി രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖ നഗരത്തിൽ സ്ഫോടനമുണ്ടായി. ഒരാൾ കൊല്ലപ്പെടുകയും 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു 8 നില പാർപ്പിട സമുച്ചയത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സ്ഫോടനത്തിൻ്റെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ ആണവ മിസൈൽ പദ്ധതികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ ഇസ്രായേൽ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും മുമ്പ് വന്നിരുന്നു. ഈ സംഭവത്തിൽ ഇസ്രായേലിന് പങ്കില്ലെന്ന് 2 ഇസ്രായേലി ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറയുകയും ചെയ്തു. ഇസ്രായേലിന് പങ്കില്ലെന്ന് അറിയിച്ചെങ്കിലും ഇറാൻ കൂടുതൽ വിശദീകരണം നൽകാത്തത് ഈ വിഷയത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്.